കൊല്ലം കുരീപ്പുഴയിൽ ബോട്ടിന് തീപിടിച്ചു. ഒരു ബോട്ട് പൂർണ്ണമായും കത്തി നശിച്ചു. 3 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണയ്ക്കാൻ ശ്രമം നടക്കുകയാണ്. കണ്ണൻ നായർ വിവരങ്ങളുമായി. കണ്ണൻ, തീ നിയന്ത്രണ വിധേയമാണോ? എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്? തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇത് പൊളിച്ച് മാറ്റാൻ വേണ്ടി കൊണ്ടുവന്ന ബോട്ടാണ്. കാലപ്പഴക്കമുള്ള ബോട്ടാണ്. ഒരു ഷാജഹാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉടമസ്ഥരുള്ള ബോട്ടാണ്. ആ ബോട്ടിന് കുറേയേറെ ഭാഗങ്ങൾ പൊളിച്ചു മാറ്റി. ആ സമയത്ത് ഇതിൽ നിന്ന് ഡീസലിന്റെ ചോർച്ചയുണ്ടായി. ആ ഡീസലിൽ നിന്ന് തീ പടരുകയായിരുന്നു. എഞ്ചിൻ അടക്കമുള്ള കാര്യങ്ങൾ പൊളിച്ചു മാറ്റുന്നതിന് തൊട്ട് മുമ്പാണ് ഈ തീ പടർന്നത്. ബോട്ട് പൂർണ്ണമായും കത്തിനശിച്ചിട്ടുണ്ട്. 5 തൊഴിലാളികൾ ആ സമയത്ത് ബോട്ടിലുണ്ടായിരുന്നു. അവർ തീ പടരുന്നത് കൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് ചാടിയതിനാലാണ് അത്യാഹിതം ഉണ്ടാകാതെ പോയത്. ഫയർഫോഴ്സും അതുപോലെ തന്നെ നാട്ടുകാരും സമയോചിതമായി ഇടപെട്ടതിനാലാണ് വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരുന്നത്. ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്, കൊല്ലത്ത് നിന്ന്.